ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഷിപ്പിലെ രണ്ടാമത്തെ ദിവസം കടലിൻ്റെ നടുക്ക് ഒരു സുപ്രഭാതം. ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ ഒരു നേരമായില്ലേ, അതുകൊണ്ട് പിള്ളേരൊക്കെ നല്ല പൂസടിച്ചുറങ്ങാം. പിള്ളേർ മാത്രമല്ല ഞാനും. പിന്നെ കടലിലായതുകൊണ്ട് ചെറിയൊരു വൈബ്രേഷനും ഉണ്ടല്ലോ, നല്ല തൊട്ടിലേക്ക് കിടന്നുറങ്ങണ പോലെ നല്ല സുഖം ഉറങ്ങാൻ. പക്ഷെ ഇങ്ങനെ ഉറങ്ങിക്കിടന്നാൽ പറ്റില്ലല്ലോ, ഇന്നാണ് നമ്മുടെ മെയിൻ ഡേ. കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. കണ്ണു തുറന്നപ്പോൾ കണിയായിട്ട് മുന്നിൽ കുറേ ഫുഡ്. ചിന്നു രാവിലെ തന്നെ എനിക്ക് അതൊക്കെ സെറ്റാക്കി. വെൽഡൻ വൈഫി ഇതിപ്പോൾ കുറേ ഫുഡ് ഉള്ളതുകൊണ്ട് ഏതിന്ന് തുടങ്ങുന്ന കൺഫ്യൂഷനായി. എല്ലാ ദിവസവും കണ്ണുറക്കുമ്പോൾ ഇതേപോലെ ഫുഡ് ഇങ്ങനെ റെഡി ആയിട്ട് മുന്നിൽ കിട്ടിയാൽ എന്താ സുഖം. എന്തായാലും ഒരു കാപ്പിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അടുവല്ലോ സ്പൈഡർമാൻ ഈസ് കമ്മിങ്. ചാടി ചാടി വാ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് അജണ്ട സ്പൈഡർമാനെ കാണാന്നുള്ളതാണ്. നമ്മുടെ രണ്ട് ചെക്കന്മാരുടെയും ഫേവററ്റ് ഹീറോ സ്പൈഡർമാനാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഓൾറെഡി ഒരു വലിയ ക്യൂ ആയി ഫോട്ടോ എടുക്കാൻ. അവരവിടെ പ്രൊഫഷണലായിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ കാശ് കൊടുത്ത് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു 1/2 മണിക്കൂർ ക്യൂല് നിന്ന് അവസാനം സ്പൈഡർമാൻ്റെ അടുത്ത് എത്തി. അങ്ങനെ ക്യൂല് നിന്ന് പിള്ളേരുടെ ഉഷാറൊക്കെ പോയി. അങ്ങനെ അവസാനം ഈ മുതലിനൊന്ന് നേരിട്ട് കണ്ടു. ഇതിപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്കുള്ള ഹൈറ്റും വെയിറ്റും. എത്ര വലിയ ക്യൂ ഉണ്ടെങ്കിലും അവർക്ക് അതിൻ്റെ ധൃതിയൊന്നുമില്ല. അവർ പിള്ളേരൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അവർ പോസൊക്കെ ചെയ്യിപ്പിച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വിടുക. അങ്ങനെ അവിടുന്ന് ഫോട്ടോ എടുത്ത് പോണ വഴി വേറൊരാളെ കണ്ടു, ഗൂഫി. സ്പൈഡർമാനേക്കാളും കാണാൻ ലുക്ക് നേരിട്ട് പുള്ളിനെ കേട്ടോ. ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഗൂഫിക്ക് സംസാരിച്ച് പിള്ളേരെ വശത്താക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പുള്ളി കുറേ ആക്ഷനും അതും ഇതൊക്കെ കാണിച്ച് പിള്ളേരെ കയ്യിലെടുത്തു. അങ്ങനെ ലാസ്റ്റ് പിള്ളേർക്ക് ഹൈഫൈ ഒക്കെ കൊടുത്ത് ആളുടെ പാട്ടിന് പോയി. പോണ വഴിക്ക് വീണ്ടും കുറേ ക്യാരക്ടേഴ്സിനെ കണ്ടു. പക്ഷെ സത്യം പറഞ്ഞാൽ കുറച്ച് പേരെ മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. എന്തായാലും നല്ല അടിപൊളി ഗൗണൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് 2 ബോയ്സ് ആയതുകൊണ്ട് ഞങ്ങൾ ആ വശത്തേക്ക് പോയില്ല, ഞങ്ങൾ ജസ്റ്റ് ദൂരേന്ന് നോക്കിയുള്ളൂ. ഈ സെയിം ഷിപ്പിൽ തന്നെ എൻ്റെ സ്വന്തം പെങ്ങളും ഫാമിലി ഉണ്ട്. അവർക്ക് 2 ഗേൾസ് ആണല്ലോ. അപ്പോൾ ഒന്ന് തപ്പി നോക്കി ഇവിടെ എവിടെയെങ്കിലും കാണേണ്ടതാണ്. ഷിപ്പിൽ ഫ്രീ വൈഫൈ അവൈലബിൾ ആണ്, പക്ഷേ കോളിംഗ് ഒന്നും നടക്കില്ല. നമുക്ക് മെസ്സേജ് അയക്കാൻ മാത്രം പറ്റുള്ളൂ. അതുകൊണ്ട് ചേച്ചീനെയൊക്കെ എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കാൻ എപ്പോഴും മെസ്സേജ് അയച്ച് കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ മുകളിലേക്ക് വിട്ടു, 9th ഡെക്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ 3ാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ആയിരുന്നു. സോ ആദ്യം തന്നെ പ്ലേറ്റ് എടുത്ത് ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പറക്കിയെടുത്തു. ദേ ഇരിക്കണം പെങ്ങള്, കണ്ടുപിടിച്ചോളൂ. അവസാനം ഫുഡ് പല വെറൈറ്റി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ കൺഫ്യൂഷനായി എന്തെടുക്കണമെന്ന്. പിന്നെ പിള്ളേർക്കൊക്കെ മറ്റേ മിക്കി മൗസിൻ്റെ ഷേപ്പിലുള്ള വേഫിൾസും സോസേജും അതൊക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ കുറച്ച് റൈസ്, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് സെറ്റായി. കുടിക്കാൻ സൈഡിൽ ജ്യൂസ് ഉണ്ട്, കോഫി വേണ്ടവർക്ക് കോഫി കുടിക്കാൻ, ടീ വേണ്ടവർക്ക് ടീ, പല ടൈപ്പ് ടീ ബാഗുകളുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു കിഡ്സ് ക്ലബ്ബിൽ പോയി, ഓഷ്നിയേഴ്സ് ക്ലബ്ബ്. അഡൂസിനെയും അന്നൂട്ടീനെയും കുറച്ച് നേരത്തേക്ക് അവിടെ വിടാമെന്ന് വിചാരിച്ചു. കാരണം കിഡ്സിന് കുറേ ആക്ടിവിറ്റീസും കുറേ പരിപാടികളും അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. നല്ല സേഫാണ്. അവർക്ക് ഒരു വാച്ചൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ ട്രാക്ക് ചെയ്യാം. അങ്ങനെ അവരവിടെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ നേരെ ഒരു ക്വിസ് കോമ്പറ്റീഷന് കയറി. First one, which of the following is the world's largest coral reef? Is it A, the Mesoamerican Reef, B, Great Barrier Reef, C, Florida Keys Reef, or D, Red Sea Coral Reef? ഓപ്ഷൻ ഉണ്ട്, കുഴപ്പമില്ല. ബി എന്ന് പറഞ്ഞോ. മിക്കി ആൻഡ് മിനി. അങ്ങനെ അഡൂസും അന്നൂട്ടിയും കിഡ്സ് ക്ലബ്ബിലായതുകൊണ്ട് നമുക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. ഞാനും ചിന്നും എന്താ ചെയ്യണമെന്ന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരെന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അളിയനൊരു എത്തിക്കൽ ഹാക്കറാണ്. സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം. പിന്നെ ചേച്ചി ഇവിടെ സ്വന്തമായിട്ട് ബേക്കിംഗ് ബിസിനസ് നടത്താല്ലേ. ഓക്ലൻഡിൽ ആർക്ക് കേക്ക് വേണമെങ്കിലും ആളോട് പറഞ്ഞാൽ മതി. അങ്ങനെ ഞങ്ങൾ വീണ്ടും കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേ ഒരു ക്യാരക്ടർ വന്നു, മൊവാന 2 പടം റിലീസായുള്ളൂ കഴിഞ്ഞ ദിവസം. ആ പടം ഇവിടുത്തെ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. പക്ഷേ അനിമേഷൻ പടം ആയതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഷിപ്പ് ഇങ്ങനെ നീണ്ടു കിടക്കണോണ്ട് അല്ലൂസിനും അമ്മൂസിനും ഇങ്ങനെ ഓടി നടക്കണം.
പെട്ടെന്നാണ് ഓർത്തെ ഇന്ന് ഐസ്ക്രീം കഴിച്ചില്ലല്ലോ. ചിന്നു നേരെ വിട്ടു 9th ഡെക്കിലേക്ക് പോയി എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ എടുത്ത്. പിന്നെ ചൂടത്തെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അഡൂസിനെയും അമ്മൂസിനെയും ഞങ്ങൾ കിഡ്സ് ക്ലബ്ബിൽ നിന്ന് പിക്കും ചെയ്തു. കാരണം ഇനി കുറച്ച് നേരം ഇവിടുത്തെ പൂളിലൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൂളിലിറങ്ങി കളിക്കാൻ വേണ്ടി ഇനി ഡ്രസ്സൊക്കെ മാറണ്ടേ. അപ്പം 9th ഡെക്കിൽ നിന്ന് 5th ഡെക്കിലുള്ള ഞങ്ങളുടെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി അയ്യോ എന്തോരം എനർജി വേസ്റ്റ് ചെയ്യണം. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന്. അങ്ങനെ ബിരിയാണിയും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ഷവർമയും, അത് മസ്റ്റാണല്ലോ. ബിരിയാണിയിൽ പിന്നെ റൈസിനേക്കാളും കൂടുതൽ നട്ട്സായിരുന്നു. 2 ദിവസമായിട്ടാണെങ്കിൽ വെതർ നല്ല അടിപൊളി. എന്ത് പറ്റിയാവും, നല്ല വെയിൽ. അങ്ങനെ വെയിലത്തിരുന്ന് കുറച്ച് റിലാക്സൊക്കെ ചെയ്ത് ഫുഡും കഴിച്ച് എല്ലാവരും സെറ്റായി. പിന്നെ മറ്റേ കടലും ആകാശവും കാണുമ്പോൾ സെയിം കളറ് ബ്ലെൻഡ് ചെയ്തു. പിന്നെ പിള്ളേരെ വെള്ളത്തിൽ കൊണ്ട് അങ്ങോട്ട് അഴിച്ചു വിട്ട് അവരായി അവരുടെ പാടായി. ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടോളൂ. ഈ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറാന്നുള്ള പരിപാടി അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെ കളിച്ചർമാദിച്ച് അവരുടെ സന്തോഷം ഒന്ന് കാണണം. അങ്ങനെ പിള്ളേർ വെള്ളത്തിൽ കളിക്കുമ്പോൾ പുറത്ത് നോക്കി എത്ര നേരം നിൽക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത് വീണ്ടും ഫുഡ്. അങ്ങനെ കുറച്ച് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുകൂടെ ഇതിപ്പോൾ പ്രശ്നം എന്ന് വിചാരിച്ചത് ബാക്ക് ടു ബാക്ക് ഫുഡായതുകൊണ്ട് നമ്മുടെ വയറ്റിൽ സ്ഥലമില്ല. അങ്ങനെ എന്നെ അളിയനെയും പിള്ളേരുടെ അടുത്ത് നിർത്തിയിട്ട് അമ്പിളിയും ചിന്നും കൂടെ പോയി ഫുഡൊക്കെ എടുത്ത് കുറച്ച് ഞങ്ങൾക്ക് കൊണ്ടു. ബാക്കി അവരൊറ്റയ്ക്ക് ഇരുന്ന് അടിച്ചില്ലേ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വീഡിയോയിലാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം ഈ വെള്ളത്തിൽ കളിച്ച് അവർ വയ്യാണ്ടായില്ല, നോക്കി നിന്ന് ഞങ്ങൾ വയ്യാണ്ടായി. അങ്ങനെ അവരെയും വിളിച്ച് ഞങ്ങൾ വീണ്ടും ഡ്രസ്സ് മാറാൻ പോയി. ഡിസ്നിയുടെ ഫസ്റ്റ് ക്രൂയിസ് ഡിസ്നി മാജിക് ആണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 1995 അവരത് ഉണ്ടാക്കിയത്. എനിക്കൊരു 3 വയസ്സുള്ളൂ ഇപ്പം. എന്തല്ലേ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഷിപ്പ് ഡിസ്നി വണ്ടറാണ്. അതായത് ഡിസ്നി മാജിക് കഴിഞ്ഞിട്ട് രണ്ടാമത് അവരുണ്ടാക്കിയ ഷിപ്പാണ് ഡിസ്നി വണ്ടർ. അത് കഴിഞ്ഞ് വീണ്ടും അവരൊരു 4-5 ഷിപ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. എന്തായാലും ഇനിയും വർഷങ്ങൾ കിടക്കാല്ലേ. ഓരോ വർഷം നമുക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം. ഷിപ്പിലാണെങ്കിൽ ടൈം പോണ വഴി അറിയില്ല. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഡിന്നർ കഴിക്കാൻ ടൈമായി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ടിയാനാസ് പ്ലേസിലാണ്. ഓരോ തീംഡ് ഡിന്നറാണല്ലോ. ഇന്നലെ ഞങ്ങൾ അനിമേറ്റേഴ്സ് പലേറ്റിലായിരുന്നു, ഇന്ന് ടിയാനാസ്. ഇന്നത്തെ ഞങ്ങളുടെ ടേബിൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലൊക്കെ കാണാം. നല്ല സ്പേഷ്യസ് ആണ്. ഇന്നലെ മൊത്തം ഡാർക്കായിരുന്നു. മൊത്തം സ്ക്രീനും അതിൽ കുറേ കാർട്ടൂൺ അനിമേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. കടൽ കാണാൻ പറ്റില്ലായിരുന്നു. മൊത്തത്തിലൊരു ഇരുട്ടായിരുന്നു. പക്ഷെ അതൊരു വേറെ തീം, ഇത് വേറെ തീം. അങ്ങനെ ചെന്നപ്പോൾ തന്നെ കഴുത്തിലിടാൻ കുറേ മാലയൊക്കെ കിട്ടി. ഗ്ലാസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഞങ്ങൾ വന്നു പറഞ്ഞ് ടിയാന ഓടി വന്നു. ബാക്കിയുള്ളവരൊക്കെ നോക്കാൻ എന്ത് ഈ പെണ്ണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നേന്ന്. ഫുഡൊന്നും കിട്ടാനൊട്ടും വെയിറ്റിംഗ് ടൈം ഒന്നുമില്ല കേട്ടോ. എല്ലാം ടപ്പേന്ന് വന്നിട്ട്. അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടറൊക്കെ എത്തി, ജ്യൂസൊക്കെ എത്തി. ഇതൊരു ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ്. അതായത് ഫുഡിൻ്റെ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ മോളിൽ നിന്ന് കഴിച്ച ബിരിയാണിയും ഷവർമയൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് പക്ഷേ നമ്മുടെ ഫുഡിൻ്റെ പ്രസൻറ്റേഷൻ, ആ മൊത്തത്തിലുള്ള ആംബിയൻസ്, പല വെറൈറ്റി. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചിലർക്കൊക്കെ ഇതായിരിക്കും ഇഷ്ടം. പ്രോൺസ് അടിപൊളിയായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഡിന്നറിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ അവിടെ പോക്കാണ്. കാരണം പല സ്റ്റാർട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 1.5 മണിക്കൂറാവും. അതിന് മാത്രം ഫുഡും ഉണ്ട്. പിന്നെ ഒന്നിലധികം മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുള്ള പോലെ ചിന്നുവിന് വോമിറ്റിംഗ് ടെൻഡൻസി ഒന്നുമില്ല. പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് നല്ലത്. അങ്ങനെ ഫുഡിങ്ങിൻ്റെ ഇടയിൽ പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. സ്റ്റാഫും പിന്നെ അവിടെ കഴിക്കാൻ വന്ന എല്ലാവരും ഒക്കെ കൂടെ നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നത് ടിയാന വല്ല ബാർ ഡാൻസർ എങ്ങാനായിരുന്നാവോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഡെസേർട്ട് എത്തി. ഇതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ.
അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കിഡ്സ് ക്ലബിലേക്ക് വിട്ടു. നേരത്തെ അവർക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല വിളിച്ചോണ്ട് വന്നത്, പിന്നെ വേറെ പരിപാടികൾക്കൊക്കെ പോകണമല്ലോ, അങ്ങനെ വിളിച്ചോണ്ട് വന്നതാ. അങ്ങനെ വീണ്ടും അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കാറുന്നു. കിഡ്സിന് മിക്കി മൗസ് ഒക്കെ വന്ന് കുറേ സ്റ്റെപ്സ് ഒക്കെ കാണിച്ചു കൊടുത്ത് നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. അങ്ങനെ അവർ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡാൻസ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കുറേ കളിക്കാനായിട്ട് കുറേ ഗെയിംസും പിന്നെ ഡ്രോ ചെയ്യാനും പിന്നെ ചെറിയ ചെറിയ പാർക്ക് അങ്ങനെ എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ. ബാക്കി ക്രൂസുകളെ വെച്ച് നോക്കുമ്പോൾ ഡിസ്നി ക്രൂസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ തീമാണ്. ഫുൾ ഡിസ്നി ക്യാരക്ടേഴ്സും ഒരു ഡിസ്നി കാർട്ടൂൺ കാണുന്ന പോലെ ഉണ്ട് ഈ ക്രൂസിൻ്റെ അകത്ത് മൊത്തം നടന്ന് കാണുമ്പോൾ. അങ്ങനെ അവിടുത്തെ അവരുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിസ്നി ക്ലബിൽ നിന്ന് ഇറങ്ങി. ഇനി ഷിപ്പിലെ ബാക്കി കാണാത്ത സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ടേ. ഇന്നൊരു രാത്രിയും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ഓക്ലൻഡ് പോർട്ടിലെത്തും. അതുകൊണ്ട് ഇനി അധികം ടൈമില്ല നമുക്ക് മൊത്തത്തിൽ നടന്ന് കാണാൻ. അങ്ങനെ അവസാനം ഞങ്ങളൊരു സൈലൻറ്റ് DJ പാർട്ടിക്ക് കയറി. ഇതാദ്യമായിട്ടാണ് സൈലൻറ്റ് DJ പാർട്ടി എന്ന് കേൾക്കണേ. കുറേ DJ പാർട്ടികൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി ആയിരുന്നു. അതായത് ബാക്കിയുള്ളവർക്ക് മ്യൂസിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. നമുക്കൊരു ഹെഡ്സെറ്റ് തരും അവർ. അത് ചെവിയിൽ വെച്ച് നമുക്ക് തന്നെ നമ്മുടെ മ്യൂസിക് കേട്ട് നമുക്ക് സ്വയം ഡാൻസും സ്റ്റെപ്പൊക്കെ ഇട്ട് അടിച്ച് പൊളിക്കാം. അതാകുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു ശല്യവും ഇല്ല, എന്നാൽ പിന്നെ നമുക്ക് അടിച്ച് പൊളിക്കുകയും ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്നു തുള്ളി. എന്തായാലും നല്ല കാര്യമാണ്, കഴിച്ച ഫുഡൊക്കെ ദഹിക്കുമല്ലോ, എന്നിട്ട് വേണ്ടി നമുക്കിനി അടുത്ത ഫുഡ് പരീക്ഷിക്കാൻ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ലിഫ്റ്റും പിടിച്ച് നേരെ 9th ഡെക്കിലേക്ക് വിട്ടു. ഈ 2 day ട്രിപ്പിൽ ഏറ്റവും അടിപൊളി ഇവൻ്റ് ഇന്നാണ് നടക്കാൻ പോണേ. അതിന് ഇനി കുറച്ച് ടൈം കൂടി ഉള്ളൂ. അതുകൊണ്ട് നേരത്തെ പോയിട്ട് അവിടെ സ്ഥലമൊക്കെ പിടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം സൂര്യൻ ഉറങ്ങാൻ പോയി. ആൾക്കാരൊക്കെ പരിപാടിക്ക് വന്ന് തുടങ്ങണേ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ ചെറുപ്പത്തിൽ മറ്റേ പള്ളിപ്പെരുന്നാളിന് നാടകം കാണാൻ ആദ്യമേ തന്നെ പോയി സീറ്റൊക്കെ പിടിച്ചിരിക്കില്ലേ, അതാണ് എനിക്ക് ഓർമ്മ തന്നെ. രാത്രി ആയതുകൊണ്ട് ഒരു ചെറിയ തണുപ്പുണ്ട്. അതുകൊണ്ട് കുറേ ബ്ലാങ്കറ്റൊക്കെ ഒപ്പിച്ച് കുറച്ച് പിസയൊക്കെ അടിച്ച് ഞങ്ങൾ പരിപാടി കാണാൻ സെറ്റായി. ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ മതി. ഫൈനലി നമ്മുടെ ഡെക്ക് ഫുള്ളായി. എല്ലാവരും പ്രോഗ്രാം കാണാൻ കട്ട വെയിറ്റിംഗ് അല്ല. ഇതിപ്പോൾ ഇനി ഫൈനലി പ്രൊമോഷൻ കണ്ട് മരക്കാറ് കാണാൻ പോയ പോലെ ആവോ. എന്തായാലും മൊത്തത്തിലുള്ള സെറ്റിങ്സ് ഒക്കെ കൊള്ളാം. രാത്രി ലൈറ്റിംഗ് ഒക്കെ ഇട്ട് സൂപ്പർ. Good evening. This is Amber Anderson reporting live from the Disney. As you can see, guests from around the world and even right here off the coast of New Zealand are gathered here tonight. Is everyone excited? 5, 4, 3, 2. Ahead of his time, technological, incomparable Tony Stark. Attention passengers, Iron Man is officially on deck. Next, we're going to be introducing some technology that is really going to blow your mind. And finally, I may have invited a few friends. Would you like to meet them? The Black Widow. Hello, Tony. Or, as we all know it, Captain America. അയ്യോ, സംഭവം സൂപ്പർ ഹിറ്റ്. ഫസ്റ്റ് അവർ ഓരോരോ സൂപ്പർ ഹീറോസിനെ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തായാലും പരിപാടി അടിപൊളി. പിള്ളേരൊക്കെ വാ വിളിച്ച് നോക്കിയിരിക്കുന്നത്. പിള്ളേര് മാത്രമല്ല, വലിയവരും. I'm still good, right? Now, who's ready to see what this thing can do, huh? സംഭവം ശരിക്കും ഒരു ഡിസ്നി മൂവി നേരിട്ട് കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സൂപ്പർ ഹീറോസൊക്കെ റിയൽ ലൈഫിൽ വന്നാൽ എങ്ങനെയുണ്ടാവും അതേപോലെ തന്നെ. സെറ്റിങ്സും അവരുടെ കോസ്റ്റ്യൂമും പിന്നെ സ്റ്റോറിയും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. Looks like it's just you and me, Skull Dome. That was a good time.
ഇത് ജസ്റ്റ് ഒരു സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നില്ല, ഈ ഫുൾ ഷിപ്പ് യൂസ് ചെയ്തിട്ടുള്ളൊരു ഷോ ആയിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി ഞങ്ങളുടെയൊക്കെ കഴുത്തൊടിഞ്ഞ്. Sorry, had to do it. Another landing in the flight. ഈ ട്രിപ്പിൽ വേറെ എന്ത് കണ്ടില്ലെങ്കിലും ഇത് കണ്ടില്ലെങ്കിൽ എന്തായാലും നല്ല മിസ്സിങ് ആയിരിക്കും. കാരണം സ്ക്രീനിൽ എത്ര എഫക്റ്റീവാണെന്നറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ സംഭവം ടമർ പടാർ. പിന്നെ ഷോ കഴിഞ്ഞ് കുറച്ച് നേരം DJ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് ഇന്നത്തെ ദിവസം ഫിനിഷ്. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ ക്രൂയിസ് ട്രിപ്പ് അവസാനിച്ച് നേരം പരപരാ വെളുത്ത് വീണ്ടും നമ്മൾ ഓക്ലൻഡ് പോർട്ടെത്തി. ഇനി നേരെ ചെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നേരെ ചെക്കൗട്ട് ചെയ്യുക. ട്രിപ്പ് അവസാനിച്ചതുകൊണ്ട് ആർക്കും ഫുഡ് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടി. എന്തായാലും ക്രിസ്മസിന് മുന്നേ ഇനി എന്നും ഓർത്തിരിക്കാൻ ഒരു അടിപൊളി മെമ്മറി ആയിട്ട് അഡൂസിനും അല്ലൂസിനും ഒരു സൂപ്പർ ട്രിപ്പ് കിട്ടി. എൻ്റെയൊക്കെ മെമ്മറിയിൽ ഇപ്പോഴും കുറേ പച്ചിലൊക്കെ ചതച്ച് എണ്ണ ഉണ്ടാക്കുന്നതും മണ്ണപ്പം ചുട്ട് കളിക്കുന്നതും ഈർക്കിളി കളിക്കുന്നതും കല്ല് കളിക്കുന്നതും ഇതൊക്കെയാണ്. എന്താ അല്ലേ, ഇപ്പം കാലം മാറി, കഥ മാറി. നമ്മൾ ന്യൂസിലൻഡിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴുള്ള അതേ സെറ്റപ്പ് ഇതിൽ തുരുതുരാ അവർ അനൗൺസ് ചെയ്യേണ്ടത് നമ്മൾ ഫുഡ് ഐറ്റംസോ വേറെ ഒന്നും ചെക്കൗട്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് ഇറക്കരുത്, നമുക്ക് $400 ഫൈൻ കിട്ടും. ഞാൻ ട്രിപ്പിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലേ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു എന്ന്. അതിൻ്റെ മെയിൻ ഗുട്ടൻസ് ബില്ലായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് മാൻഡേറ്ററി ആണോ എന്ന് അറിയാൻ പാടില്ല, പക്ഷെ എന്തായാലും അത് അടയ്ക്കാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മൾ ചെക്കൗട്ടിന് മുന്നേ അതൊക്കെ പോയി സെറ്റിലാക്കി. ഏകദേശം ഒരു $200 നമ്മൾ അതിന് സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്രൂയിസിനോട് ടാറ്റ പറഞ്ഞ് അതിലെ സ്റ്റാഫിനോടൊക്കെ ടാറ്റ പറഞ്ഞ് നേരെ പുറത്തേക്ക്. അങ്ങനെ നമ്മുടെ ക്രൂയിസ് ഷിപ്പിന് അവസാനമായിട്ടൊരു ടാറ്റ ബബ്ബായി പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഒരു ഊബർ ബുക്ക് ചെയ്തു. നേരെ വീട്ടിൽ ചെന്ന് ടപ്പേന്ന് ബാഗൊക്കെ എടുത്തു വെച്ച് വീണ്ടും വെല്ലിംഗ്ടണിലേക്ക് പിടിക്കാനുള്ളതാ, നാളെ ജോലിക്ക് പോണേ. സോ വി ഹാഡ് എ വെരി ഗുഡ് ടൈം. ഞാൻ പറ്റാവുന്നവർക്കൊക്കെ ഈ ട്രിപ്പ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ക്രിസ്മസ് അടിച്ചു പൊളിക്ക്. ബൈ.